ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി കിടുക്കാച്ചി വൺ ഓഫ് മൈ ഫേവറേറ്റ് റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വെണ്ടയ്ക്ക കൊണ്ടൊരു അടിപൊളി കിടിലൻ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, അപ്പോൾ നമുക്ക് വേഗം പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ സാമ്പാർ എന്ന് പറയുമ്പോൾ സാമ്പാർ പരിപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളത് കുറച്ചെടുത്തിട്ടുണ്ട്, കണക്കൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര എടുക്കുക, കൂടും വേണ്ട കുറയും വേണ്ട. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വെക്കാം. ഇതിനൊരു ആവശ്യമില്ല, ഇപ്പോഴത്തെ പരിപ്പൊന്നും പണ്ടത്തെ പോലെ വേവുള്ള സാധനമൊന്നുമല്ല. സോക്ക് ചെയ്യാണ്ട് നമുക്കൊന്ന് വിസിലടിപ്പിച്ചാൽ വെന്ത് കിട്ടും. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള വെണ്ടയ്ക്കയും തക്കാളി എടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക കുറച്ച് അധികം എടുത്തോളൂ, തക്കാളി ആകെ ഒന്ന് മതി കേട്ടോ. നമ്മൾ വേറെ പുളിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് പുളി ആവശ്യത്തിനുണ്ടാകും. അപ്പം വെണ്ടയ്ക്ക കുറച്ച് അധികം എടുത്തോളൂ എന്ന് പറഞ്ഞത്, സാമ്പാറിൽ വെണ്ടയ്ക്ക കഴിക്കുന്നവർ ഇത് ഉറപ്പായിട്ടും കഴിക്കും. ബാക്കി ഏത് പീസിലേറെ സാമ്പാറിൽ എനിക്ക് വെണ്ടയ്ക്കയാണ് ഇഷ്ടം. അതുകൊണ്ട് ഈ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സാമ്പാറിലേറെ ചിലപ്പോൾ ഇഷ്ടപ്പെടാറ് ഈ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ വേഗം കത്തി വെച്ച് മുഷിപ്പിക്കാണ്ട് വേഗം പരിപാടികൾ തീർക്കാം അല്ലേ. ആദ്യം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ്. എല്ലാവർക്കും അറിയണ പോലെ തന്നെ നമ്മൾ വെണ്ടയ്ക്ക ഒരിക്കലും കട്ട് ചെയ്ത ശേഷം കഴുകരുത്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മുമ്പ് ഒരു 4-5 തവണയൊക്കെ കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ. പുറത്തുനിന്ന് വരുന്നതല്ലേ കഴുകട്ടേന്ന്. അതൊക്കെ കഴുകി ഊറ്റിയ ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, കുറച്ച് സൈസിൽ കട്ട് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ സാമ്പാറാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചെരിച്ചും കനമില്ലാണ്ടൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്, ലുക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ സാമ്പാറിന് കട്ട് ചെയ്യുന്ന പോലെ ചതുരത്തിൽ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്താൽ മതി. ഇനി ടൈമില്ല, പെട്ടെന്ന് ഉണ്ടാക്കി പെട്ടെന്ന് കഴിക്കണം എന്നാണെങ്കിൽ ചെറുതാക്കി കട്ട് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ കുക്കിംഗ് ടൈം കുറച്ച് കുറയ്ക്കുക, അല്ലെങ്കിൽ ആകെ കഞ്ഞിയായിട്ട് പോകും കേട്ടോ. പിന്നെ തക്കാളിയും കുറച്ച് ഞാൻ സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തത്. കാരണം എനിക്ക് സാമ്പാറിൽ ആ തക്കാളി ഇങ്ങനെ വലിയ പീസായിട്ട് കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ മാത്രം നമ്മൾ തക്കാളിയൊക്കെ കഴിക്കുള്ളൂ, അല്ലാണ്ട് നമ്മൾ തക്കാളിയും ഉള്ളിയൊക്കെ വേസ്റ്റാക്കി കളയല്ലേ ചെയ്യാം. അപ്പം നമ്മളിതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ട് വേഗം കുക്കിംഗ് പരിപാടിയിലോട്ട് പോകാം. ആദ്യം നമുക്ക് പരിപ്പ് വേവിക്കണം. അത് നമ്മളൊരു കുക്കറിൽ ആ ഒരു കഴുകി വെച്ചിട്ടുള്ള പരിപ്പ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് അത്യാവശ്യത്തിലധികം വെള്ളം ഒഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പുളി എടുത്തിട്ട് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. പച്ചക്കറി ആയതുകൊണ്ട് തന്നെ അധികം പുളിയൊന്നും വേണ്ട, ഒരു 2 ഫുള്ളായിട്ടുള്ള പുളിയാണ് കേട്ടോ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. വേഗം കിടന്നോളി. നമ്മൾ കുക്കർ അവിടെ അകത്തുനിന്ന് വേവുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ഇവിടെ സെറ്റ് ചെയ്തേക്കാം. ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അടുപ്പത്ത് വെച്ചുകൊണ്ട് പുകയൊന്നും നിങ്ങൾ കാര്യമാക്കി ശ്രദ്ധിക്കേണ്ട. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെണ്ടയ്ക്കയും തക്കാളിയും അതിലിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും പുക വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാനിത് തീ ആറിയ അടുപ്പിലോട്ട് ഓലക്കൊടി എന്ന് പറയുന്ന സംഭവം കുത്തിത്തിരിക്കി വെച്ചതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പുക വരുന്നത്. അപ്പോൾ പുകയൊന്നും മെയിൻ്റെക്കാണ്ട് നമ്മൾ ഈ ഒരു വെണ്ടയ്ക്കയും തക്കാളിയും നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം. അതിൻ്റെ ടേസ്റ്റും വേറെ തന്നെയാണ്, ടെക്സ്ചറും വേറെ തന്നെയാണ്. വഴറ്റാണ്ട് നമ്മൾ ഒരിക്കലും ചെയ്തത്. നമ്മളെ മെയിനായിട്ടുള്ള പൊടി ഐറ്റംസ് ആയിട്ടുള്ള സാമ്പാർ പൊടിയാണ് ഇട്ടിട്ടെടുക്കുന്നത്. ഇത് ഞാൻ പാക്കറ്റ് സാമ്പാറാണ് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കിയത് യൂസ് ചെയ്യാം. ഇപ്പോൾ വീട്ടിലുണ്ടാക്കിയത് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പാക്കറ്റ് സാമ്പാറാണ് കേട്ടോ യൂസ് ആക്കിയത്. അതും ജസ്റ്റ് ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതവിടെ കിടക്കട്ടെ. അടുത്തതായിട്ട് നമ്മുടെ പുളി നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കണം. കുറച്ച് നേരം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക് നമ്മൾ എടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി നിങ്ങൾ വെള്ളം ഒഴിക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു വെണ്ടയ്ക്ക് എത്ര കുക്കാവാൻ വെള്ളം വേണോ അത്രയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. സാമ്പാറിന്റെ തിക്നെസ്സും വെള്ളമൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്യുക. അതൊക്കെ ഓൾറെഡി കുക്ക് ചെയ്യണ ഒരാൾക്ക് അറിയാമല്ലോ. കുക്ക് ചെയ്യാത്തോലും ജസ്റ്റ് കുറച്ചുകൊണ്ട് ഒഴിച്ചോളി, ഒരു പ്രശ്നമില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ ഉപ്പ് ഇട്ടിട്ട് ഇനി ഇത് നല്ലോണം തിളക്കാനായിട്ട് മൂടി വെച്ച് പോവാട്ടോ. അപ്പോഴേക്ക് നമ്മുടെ പരിപ്പ് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു മെയിൻ പരിപാടിയിലോട്ട് പോവാം, നമ്മുടെ തേങ്ങ വറുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഇട്ടിട്ട് കടുക് ഉലുവ ഇത്തിരി ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. ഓവറാവണ്ട, കഴിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ച് നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകം പൊട്ടാൻ അധികം നേരം വേണ്ടാത്തത് കൊണ്ട് വേഗം അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കിടന്ന് ക്യാമറ ആടാൻ കാരണം ഞാൻ എൻ്റെ കൈ പിടിച്ചു കൊണ്ടാണ് ഇത് ഇളക്കി കൊടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ഒക്കെ ശരിയാക്കാന്ന് ഇപ്പോഴും ശരിയായിട്ടില്ലല്ലേ. 8 മാസമായി ഞാനിത് പറയണത്. ഒക്കെ പ്രശ്നമില്ല, നമുക്കൊക്കെ ശരിയാക്കണം. ഇതൊക്കെ നമ്മൾ നന്നായിട്ട് വയറ്റി കൊടുക്കുന്നുണ്ട്. ചെറിയൊരു കായപ്പൊട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കായപ്പൊടിയായിരുന്നു, അത് കട്ട പിടിച്ച് കണ്ട് പൊട്ടായി പോയി, എന്താ ചെയ്യുക. കായപ്പൊടിയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരുന്നു. ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വറുക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് വറുവൊക്കെ ആയ ഒരു സ്മെല്ലൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ പിന്നെ നേരത്തെ ചേർത്ത സെയിം സാധനം സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും ആ ഒരു കറിയിലേക്ക് എത്ര വേണം അതിനനുസരിച്ചാണ് ഇട്ട് കൊടുക്കുക. എനിക്ക് ഈ ഒരു ടീസ്പൂൺ കണക്കിനൊന്നും വലിയ വിശ്വാസമല്ല. നമ്മളൊരു കൈപ്പിടിക്കാൻ ഇട്ട് കൊടുക്കുക. 1
1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഞാനിപ്പോൾ പറഞ്ഞതോളൂ ടീസ്പൂൺ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ, കണക്കിലൊന്നും ഇതില്ലാന്ന് ഞാൻ ഏകദേശം പറയണുള്ളൂ. ഒരിത്തിരി മുളക് പൊടി ഓൾറെഡി നല്ല എരിവുള്ള സാമ്പാർ പൊടി ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടെടുത്തിട്ടുള്ളൂ. എന്നാലും നമ്മളൊരു സമാധാനത്തിന് ഇട്ട് കൊടുക്കുകയാണ്. ഒരിത്തിരി പെരുംജീരകപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പൊടികളൊക്കെ നിങ്ങൾ ഒന്ന് സോട്ടാവുന്നത് വരെ അല്ലെങ്കിൽ ഒന്ന് മൂത്ത് വരുന്നത് വരെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതായാലും നമ്മുടെ ഈ ഒരു വറവ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു 1 മിനിറ്റോളം നമ്മൾ എന്തായാലും മൂപ്പിച്ചെടുക്കണം, എന്നാലേ ആ ഒരു പൊടികളുടെയൊക്കെ പച്ചമണം മാറുള്ളൂ കേട്ടോ. മെയിൻലി ഈ സാമ്പാറിൻ്റെ ടേസ്റ്റ് കിടക്കുന്നത് ഈ ഒരു വറവിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഈ വറവ് പാളുമ്പോഴെല്ലാം സാമ്പാർ വാളിയിട്ടുണ്ട്. ഇത് ശരിയാവുമ്പോൾ സാമ്പാർ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് അങ്ങനെ നന്നായിട്ട് കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കുക, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി നമ്മളിതൊരു ചൂടാറാൻ വെക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ചധികം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാണ് കേട്ടോ. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അധികം വെള്ളം ചേർക്കുന്നത് വറുത്ത ഇതല്ലേ, തേങ്ങയല്ല, അതുകൊണ്ടാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ വെണ്ടക്ക വെന്ത് വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കഴിക്കാനും പറ്റും കേട്ടോ. ഇങ്ങനെ കടുക് വറുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. ഇത് നമ്മൾ തേങ്ങ അരക്കാത്ത നമ്മുടെ സാമ്പാറായിട്ട് കിട്ടും. പക്ഷേ നമ്മളിങ്ങനെയല്ല, വറവ് വെച്ചിട്ടുള്ള അടിപൊളി സാമ്പാറാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാ സ്റ്റെപ്സും ഫിനിഷ് ചെയ്തിട്ടാണ് വരാൻ കേട്ടോ. നമ്മളിതാ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അരപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ചില സാധനങ്ങൾ ഈ വറുത്ത തേങ്ങ മാത്രമേ നല്ലോണം കുക്ക് ചെയ്യാറുള്ളൂ. പച്ചക്ക് തേങ്ങ അരച്ച് വെക്കുന്ന കറികൾ ഞാൻ കുക്ക് ചെയ്യാറില്ല. ഇത് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതാണ് ഞാൻ പറഞ്ഞു തരുന്നതിൻ്റെ സാര കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് അല്ലേ നോക്കുക. അപ്പോൾ ഈ ഒരു ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടിയതിൻ്റെ സന്തോഷം കൊണ്ട് കുറച്ച് കുത്തി ഇളക്കലൊക്കെ കൂടിയിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ മെയിൻറ്റെക്കണ്ട. അപ്പോഴത്തേനും ഇതിൻ്റെ തീ കുറച്ച് കുറഞ്ഞതുകൊണ്ട് പതുക്കെ തിളച്ച് വരുന്നുള്ളൂ കേട്ടോ. അപ്പം ഈ ടൈമിൽ നമ്മൾ ഉപ്പ് കറക്റ്റാണോ നോക്കുക, പുളി ഉണ്ടോ എന്ന് നോക്കുക. പുളി ഇല്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് പുളി കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇതിൻ്റെത് ഏകദേശം എല്ലാം ഓക്കെ ആണ്. ഈ പറഞ്ഞ പോലെ വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ കൂടുതൽ പുളിയുടെ ഒന്നും ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കണം. അതിന് നമ്മളൊന്നുകൂടി കത്തിച്ചിട്ട് വരാം കേട്ടോ. ഇത് ഇങ്ങനെ തിളക്കണം നമ്മളെ സാമ്പാർ, എന്നാലേ അടിപൊളിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ആ വറവെടുത്ത തേങ്ങയും പുളിയും ഈ ഒരു വെണ്ടക്കയും ഒക്കെ വെണ്ടക്കയിലാണ്ട് പിടിച്ചിട്ട് മിക്സായിട്ട് കിട്ടണം. ഇനി നമ്മുടെ പ്രോസസ്സിംഗ് ഒക്കെ ഇത്രയും ചെയ്ത് മാത്രം പോരാ, നമ്മൾ വറവ് കൂടി ഒന്ന് ശരിയായിട്ട് വറുത്തിടണം. എന്നാലേ നമ്മൾ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടുള്ളൂ കേട്ടോ. മൂപ്പരാക്കനെ ഞാൻ അടുപ്പമെന്ന് എടുത്ത് വെച്ചിട്ടും ഭയങ്കരമായിട്ട് തിളക്കണുണ്ട്, അതൊന്നും മെയിൻറ്റെക്കണ്ട. നമ്മളൊരു ഇരുമ്പ് ചീനച്ചട്ടി ഇട്ട വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഒരു കടു വറക്കാൻ ഇത്രയും വലിയ ചീനച്ചട്ടി ഒന്നും വേണമെന്നൊന്നും ആലോചിക്കേണ്ട, അതെനിക്ക് വേറൊരു ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. സാമ്പാർക്ക് നമുക്ക് ഉണക്കമീൻ മസ്റ്റാണ്, അതുകൊണ്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ തന്നെ പാരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അതിലേക്ക് കടുക് ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. കടുകിൻ്റെ പകുതി ഉലുവ, അതുപോലെ 3 ചുവന്ന മുളക്, കുറച്ച് കറി ലീവ്സ്, അതുകൂടി കുറച്ചധികം കറി ലീവ്സ് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ ഈ ഒരു കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി വെണ്ടക്ക സാമ്പാർ. നിങ്ങൾ ലൈഫിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം. പലപ്പോഴും പല പച്ചക്കറികളും വീട്ടിലില്ലാന്ന് വെച്ച് നിങ്ങൾ ഉണ്ടാക്കി നോക്കാതെ സാമ്പാർ ഉണ്ടാക്കാണ്ട് നിൽക്കലില്ലേ. ഇനി അങ്ങനെ വേണ്ട, വെണ്ടക്ക മാത്രം മതി. നിങ്ങൾ ഷുവറായിട്ടും ഈ ഒരു സാമ്പാർ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എന്തായാലും ഇതിൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇതുവരെ പറയാത്തവരാണെങ്കിലും വന്നിട്ട് പറയണം. കാരണം എൻ്റെ ഫേവറേറ്റ് റെസിപ്പിയാണ്, അതുകൊണ്ട് ഇത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുമോ എന്ന് അറിയാനുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഇനി ഇത് നമ്മൾ ചോറ്റയ്ക്ക് മാത്രമല്ല, നമ്മൾ ഇഡ്ഡലിക്കും സാമ്പാർക്കും, നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാത്തിനും പോവും. ആവേശം കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോണതാണ്. അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ് നോക്കുക. നിങ്ങൾക്ക് എന്താ തോന്നിയത് എന്നുള്ളത് വേഗം വന്നിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പം നമ്മുടെ ഒരു കിടുക്കാച്ചി ഐറ്റംസിൻ്റെ റെസിപ്പി ഇത്രയുള്ളായിരുന്നു. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണമെന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ പ്ലീസ് ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് എന്തെങ്കിലും യൂസ് ഇതിനെ കൊണ്ടുണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ഷെയർ കൂടിയും ചെയ്യണേ. അപ്പം ഞാനിതൊക്കെ ഒന്ന് കൂട്ടി കഴിക്കട്ടെ. അപ്പോൾ പിന്നെ ഷെയറിൻ്റെയും സബ്സ്ക്രൈബിൻ്റെയും ഒന്നും കാര്യം മറക്കണ്ട. കൂടാണ്ട് മെയിനായിട്ടുള്ള പറയാൻ കാരണം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോനെ കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ മറ്റേതെങ്കിലും വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വേഗം വന്നിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ. നെഗറ്റീവോ പോസിറ്റീവോ എന്തായാലും നമ്മളത് സ്വീകരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഇനിയും ഒരു അടിപൊളി റെസിപ്പിയോ അല്ലെങ്കിൽ ഒരു വ്ളോഗോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബൈ.